കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. 17-കാരനായ മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് വിവരം. പരിക്കേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ക്രൂരകൃത്യത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്നാണ് സംശയിക്കുന്നത്. പരവൂരിൽ നിന്ന് പ്രജിത് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പരവൂർ പൂതക്കുളത്ത് നിന്നുമാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത ഇന്ന് രാവിലെ കേരളം ശ്രദ്ധിച്ചത്. കൊല്ലം പരവൂർ സ്വദേശിയായ ഒരു കുടുംബത്തിലെ ഭാര്യയും മകളെയും കഴുത്തറുത്ത് കൊന്ന ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം. ഒപ്പം മകന് ഗുരുതര പരിക്കുണ്ട്. ഭാര്യയുടെയും മകൻ്റെയും കഴുത്തിലും കയ്യിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഒപ്പം ഇവരുടെ ശരീരത്തിൽ വിഷാംശമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഭാര്യ പരവൂർ പൂതക്കുളം കൃഷിഭവന് സമീപമുള്ള ശ്രീജു 46 വയസ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീത, ശ്രീനന്ദ മകൾ 14 വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീരാഗ് ഗുരുതരാവസ്ഥയിൽ കുട്ടിയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ശ്രീജു തന്നെയാണ് കൃത്യം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. എന്തായാലും ശ്രീജുവും മകനായ ശ്രീരാഗം ഇപ്പോൾ സ്റ്റേബിളാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഒരു വ്യക്തത നൽകുന്നില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഇത്തരമൊരു കാര്യത്തിൽ ഇതിന് പിന്നിൽ മോട്ടീവ് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കൊല്ലം ഈ പരവൂർ പൂതക്കുളത്ത് ഇന്ന് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ വളരെ ഞെട്ടലോടെയാണ് ഈ സംഭവം കണ്ടുവരുന്നത്. കാരണം കുടുംബം എന്ന് പറയുന്നത് വളരെ അധ്വാനിച്ച് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പ്രീത ഒരു സഹകരണ സംഘത്തിലൊക്കെ ജോലി ചെയ്തിരുന്നു. അവരുടെ ഭർത്താവ് ശ്രീജു, അദ്ദേഹം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകളായിരുന്നു ചെയ്തിരുന്നത്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണ്. ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ വലിയ ഒരു കുടുംബവഴക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബം എന്തുകൊണ്ട് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് നാട്ടുകാരെയും അത്ഭുതപ്പെടുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത നൽകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്.